കൃഷിയുടെ പുതിയൊരുവിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ ദിവസമല്ലേ വീഡിയോ കണ്ടിട്ട്, അപ്പം കുറച്ച് പഠിത്തത്തിന്റെ കാര്യമൊക്കെ തിരക്കായി പോയി, അതിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ഒരു ഫിൽറ്ററിന്റെ സെറ്റപ്പ് നമുക്ക് നോക്കാം. സാധാരണ നമ്മള് ഫിൽറ്റർ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ സ്പോഞ്ച് ഫിൽറ്റർ ആണുള്ളത്. അതായത് ഇത് ഫിൽറ്ററിന്റെ അടിയിൽ വന്ന സ്പോഞ്ച് വെക്കണല്ലേ, ആ സംഭവമാണ് ഇത് വെച്ചേക്കുന്നത്. നമ്മൾ സാധാ ഫിൽറ്ററിൽ എക്സ്ട്രാ സ്പോഞ്ചും കൂടെ ആഡ് ചെയ്ത് ബയോ ഫിൽറ്റർ ആക്കാനുള്ള പരിപാടി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ സബ് ചെയ്തിട്ടയക്കുക. അപ്പൊ പുതിയ വീഡിയോ നിങ്ങളെ മുമ്പിൽ തന്നെ എത്തും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സ്പോഞ്ച് കണ്ടല്ലോ, ഇതാണ് കറക്റ്റ് സൈസ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിനെ കാൽഭാഗമായിട്ട് മുറിക്കണം. അതായത് ഇപ്പം ഇവിടെ ഒരു ഗ്രില്ല് കണ്ട, ഈ ഗ്രില്ലിന്റെ ഇതുവരെ നമുക്ക് ഈ വലിയ സ്പോഞ്ച് വെച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഹോള് കുറഞ്ഞ സ്പോഞ്ച് വെച്ചു കൊടുക്കുക. അപ്പൊ ഇത് കുറച്ചുകൂടെ നമ്മളെ വേസ്റ്റ് ഇല്ലേ, അത് വെള്ളത്തിന്റെ അടിയിൽ നമുക്ക് അബ്സോർബ് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സാധനങ്ങൾ ഇട്ടാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കിടാം. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു അളവെടുക്കാം. ഏകദേശം നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ ഒന്നും. അതായത് ഇത് കട്ട് ചെയ്താലും നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് മാറ്റിയിട്ട്, ഇപ്പൊ കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്ത മറ്റേ ഭാഗമില്ല, അതെടുത്ത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് വെക്കാൻ പറ്റുന്ന ഇതാണ്. ഈ ബയോ സംഭവം ചെയ്തു കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഒരുപാട് ഇനി വെള്ളത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കൊള്ളാൻ വേസ്റ്റ് ഒക്കെ കിടക്കും, ബാക്കിയെല്ലാം വെള്ളത്തിൽ കലയും കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. ഇപ്പൊ എന്തായാലും നമ്മൾ വലുത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെറുത് വെച്ചു കൊടുക്കാം. ഇത് നമ്മള് സ്പോഞ്ച് കടയിലൊക്കെ ഇല്ലേ, സ്പോഞ്ച് കട, അതായത് മറ്റേ കുഷ്യനെ കിട്ടണം, അവിടെ ആ കടയിൽ പോയി ചോദിച്ചാൽ സ്പെയർ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങ് തരും, കുഴപ്പമില്ല. അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ആ ഗ്യാപ്പ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്തു. അപ്പൊ അത് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സെറാമിക് ബോൾസ്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അക്യൂറത്തിലൊക്കെ ഫിൽറ്ററൊക്കെ ശരിയാക്കണവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഇപ്പം കുറച്ചാളായതേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. സെറാമിക് ബോൾ പോളൊക്കെ ഉണ്ട്, ഫോട്ടോ നോക്കാൻ പറ്റും. പോള പോലെ ഇരിക്കണം അല്ലേ, വലിയ പോള. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മള് വെള്ളത്തിലെ നൈട്രജൻ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് ഒരു 5-6 എടുത്ത് ഇതിന്റെ അകത്ത് കൊള്ളൻ രീതിയിൽ ഇടുക. ഏകദേശം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇട്ടിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ചാർക്കോളാണ്. ചാർക്കോൾ ഉണ്ടോ, ഇത് നമ്മളെ ബ്ലൂ പെറ്റിന്റെ ചാർക്കോളാണ് കേട്ടോ. ഇതൊരു 100 രൂപയാണ് പറഞ്ഞത്. ഇതാണ് ചാർക്കോൾ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചാർക്കോൾ. കുറെ ഉണ്ട് ഇതിന്റെ അകത്ത്. 100 രൂപയ്ക്ക് ഇത്ര കുറവാണ്, എന്നാലും നമുക്ക് ഇതിനാവശ്യമുള്ളതുണ്ട്. ഇത് ആക്ച്വലി ചെറിയ ഫിൽറ്റർ ആണ്, ഫിൽറ്ററിന്റെ ഇതാണ് പറഞ്ഞത്. ഇതിന്റെ വലുത് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതും കുറച്ച് ഇട്ട് കൊടുക്കാം. ചാർക്കോൾ ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളം കുറെ ക്ലിയർ ആവും. അതായത് ഒരു പുക പോലെ നിൽക്കുന്ന അക്യൂറിങ് ആണ് ചില സമയത്തൊക്കെ നമ്മൾ കുറെ ക്ലീൻ ആക്കാതെ ഇരിക്കുമ്പോൾ ഫോഗി അപ്പിയറൻസ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടിയാണ് ഇത് ഇടുന്നത്. ഇതെല്ലാം കൂടെ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലിയർ ആവും. ഇതിപ്പോ ഇനി ടാങ്കിന്റെ അകത്ത് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കലങ്ങും. ഈ കരിയിലെ കളറെ ജസ്റ്റ് ഒന്ന് കലങ്ങും. അപ്പോഴി ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ട് പിന്നെ പയ്യെ 1-2 ദിവസം ആകുമ്പോൾ ശരിയാവും. ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കും. ഇതാണ് അടപ്പ്. വെയിറ്റ് ഇല്ല കേട്ടോ, അത്ര വെയിറ്റ് ഒന്നും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന അത്ര വെയിറ്റ് ഒന്നും ഇല്ല. ഇവിടെ കൂടെ ഒന്ന് ഫില്ല് ചെയ്തു. ഇത് ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
അപ്പം നമ്മളിത് ബയോ ഫിൽറ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മോട്ടോർ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൂടെ വെള്ളം കയറി ഈ സ്പോഞ്ചിൽ കൂടെ കയറി ഇത് കഴിഞ്ഞിട്ട് ചെറിയ സ്പോഞ്ച് വെച്ചില്ലേ അതിൻ്റെ അകത്തൂടെയും കയറി ഈ സെറാമിക് ബോൾഡും കൂടെ കൺവേർട്ട് ചെയ്ത് ഫുള്ള് ആയി വരുമ്പം നമ്മളെ വെള്ളം സെറ്റായി. അപ്പോൾ ഒന്നുകൂടെ ചെയ്യാണ്ട് അതുകൂടെ ചെയ്തിട്ട് കാണാം. അപ്പം നമ്മൾ 2 ഫിൽറ്ററും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫിഷ് ടാങ്കിൽ വെച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ചെയ്തപ്പോൾ തന്നെ. അയ്യോ എന്ത് നല്ല വ്യത്യാസം എന്നുള്ളതാ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. സാധാരണ ഈ കോഴിക്കാർപ്പൊക്കെ ഫിഷ് ടാങ്കിൽ കിടന്നു കഴിഞ്ഞാൽ മൊത്തം അലമ്പാക്കി വെള്ളം മൊത്തം കലക്കണതാണ്. പക്ഷെ ഇത് വെച്ചതിന് ശേഷം മീനിന് പോലും പ്രശ്നമില്ല. അടിപൊളി എക്കോ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ മാറിയ എക്കോ ഫ്രണ്ട്ലി. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് എന്തായാലും വേസ്റ്റ് ആവത്തില്ല കേട്ടോ. 100% ഗ്യാരണ്ടി ഞാൻ തരും. അപ്പോൾ പുതിയൊരു വീഡിയോ തന്നെ കാണാം. ടാറ്റാ.